സയൻസും ടെക്നോളജിയും വികസിച്ചു വരുന്നതനുസരിച്ച് അതിൽ നിന്നും നേടിയ അറിവുകൾ എല്ലാ മേഖലയിലും ഉപയോഗിക്കുക എന്നത് പണ്ട് തൊട്ടേ സ്വീകരിച്ചു വരുന്നൊരു രീതിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ ടെക്നോളജി വളരെയധികം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ക്രിക്കറ്റിൻ്റെ കാര്യം തന്നെ എടുക്കാം. DRS, ഹോക്കൈ, അൾട്രാ എഡ്ജ് ഡിറ്റക്ഷൻ, ഹോട്ട്സ്പോട്ട്, റഡാർ സ്പീഡ് ഗൺ മുതലായ ഒരുപാട് പുതിയ ടെക്നോളജികൾ ക്രിക്കറ്റിൽ ഉപയോഗിക്കുന്നത് നമുക്കിന്ന് കാണാൻ കഴിയും. ക്രിക്കറ്റിലെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കാണികൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാനും അതുവഴി അവരുടെ കളിയിലുള്ള ഇൻവോൾവ്മെൻറ്റും ആസ്വാദനവും കൂട്ടാനുമാണ് ഇത്തരം ടെക്നോളജികൾ ആദ്യം ഉപയോഗിച്ചു തുടങ്ങിയത്. ഒരു ബൗളർ എറിയുന്ന പന്തിൻ്റെ സ്പീഡ് കണക്കാക്കാനാണ് സ്പീഡ് ഗൺ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഒരു ബൗളർ എറിയുന്ന പന്തിൻ്റെ ലൈനും ലെങ്ത്തും സ്വിങ്ങും ഒക്കെ കാണികൾക്ക് കൃത്യമായി മനസ്സിലാക്കാനാണ് ഹോക്കൈ സിസ്റ്റം ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചത്. എന്നാൽ ഇന്ന് അമ്പയർമാർക്ക് തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഡിസിഷൻ റിവ്യൂ സിസ്റ്റം അഥവാ DRSൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഹോക്കൈ സിസ്റ്റം. അതുപോലെ തന്നെ ബാറ്റിൻ്റെ എഡ്ജിൽ പന്ത് കൊണ്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഘടകമാണ് അൾട്രാ എഡ്ജും ഹോട്ട്സ്പോട്ടും ഒക്കെ. ഇതൊക്കെ കൂടാതെ സെൻസറുകൾ പിടിപ്പിച്ച സ്മാർട്ട് ബെയിൽസും സ്മാർട്ട് ബോളും വരെ ഇന്നുണ്ട്. ഫാസ്റ്റ് ബൗളർമാർ പന്ത് സ്വിങ് ചെയ്യിക്കുന്നതിന് പിന്നിലും ഒരു ശാസ്ത്രമുണ്ട്. ഇത്തരത്തിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ശാസ്ത്ര സാങ്കേതിക അറിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രിക്കറ്റിൽ വീഡിയോ റീപ്ലേനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തീരുമാനമെടുക്കുന്ന തേർഡ് അമ്പയർ എന്ന കോൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവന്നത് 1992 റണ്ണൌട്ട് തീരുമാനിക്കാനാണ് ഈ സിസ്റ്റം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. തേർഡ് അമ്പയറിൻ്റെ തീരുമാനം അനുസരിച്ച് റണ്ണൌട്ട് ആകുന്ന ആദ്യത്തെ വ്യക്തി സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു. അതിനുശേഷം അമ്പയറിന് തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഒരുപാട് പുതിയ ടെക്നോളജികൾ വന്നു. അതെല്ലാം ചേർന്നാണ് ഇന്ന് ഡിസിഷൻ റിവ്യൂ സിസ്റ്റം അഥവാ DRS എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൂടാതെ കാണികൾക്ക് ക്രിക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവാൻ സഹായിക്കുന്ന ഒരുപാട് വേറെയും ടെക്നോളജികൾ ഇന്നുണ്ട്. അപ്പോൾ ഓരോന്നായി നമുക്ക് നോക്കാം. ക്രിക്കറ്റിൽ ഒരു ബൗളർ ബൗൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പന്ത് സഞ്ചരിക്കുന്ന പാത കൃത്യമായി ട്രാക്ക് ചെയ്ത് അത് 3 ഡയമെൻഷനിൽ കാണിച്ചു തരികയും ആ പാത തുടർന്നിരുന്നെങ്കിൽ പന്ത് വിക്കറ്റിൽ തട്ടുമോ ഇല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റമാണ് ഹോക്കൈ സിസ്റ്റം. ഈ ടെക്നോളജി ക്രിക്കറ്റിലാണ് ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയതെങ്കിലും അധികം വൈകാതെ തന്നെ ടെന്നീസിലും പിന്നെ മറ്റ് പല ഗെയിംസിലും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യകാലങ്ങളിലൊക്കെ ഈ സിസ്റ്റത്തിൽ നിന്നും കിട്ടുന്ന ഡാറ്റ ടെലിവിഷൻ ചാനലുകൾ മാത്രമാണ് ഉപയോഗിച്ചത്. അല്ലാതെ ഔദ്യോഗിക തീരുമാനങ്ങൾ എടുക്കാൻ ഈ സിസ്റ്റം ഉപയോഗിച്ചിരുന്നില്ല. അമ്പയർമാർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള സഹായം എന്ന രീതിയിൽ ഈ സിസ്റ്റം ആദ്യമായി ഉപയോഗിക്കുന്നത് ടെന്നീസിലാണ് 2006. 2008, 2009 കാലഘട്ടത്തിലാണ് ഹോക്കൈ സിസ്റ്റം ക്രിക്കറ്റിലെ LBW തീരുമാനങ്ങൾക്കായിട്ട് ആദ്യമായി ഉപയോഗിക്കുന്നത്. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള 6-7 ക്യാമറകളാണ് ഹോക്കൈ സിസ്റ്റത്തിൻ്റെ പ്രധാന ഭാഗം. നമ്മൾ സാധാരണ വീഡിയോ എടുക്കുന്ന ക്യാമറകൾ ഒരു സെക്കൻഡിൽ 24 ചിത്രങ്ങൾ എന്ന തോതിലാണ് വീഡിയോ എടുക്കുന്നത്, അതായത് 24 ഫ്രെയിംസ് പെർ സെക്കൻഡ്. എന്നാൽ ഹോക്കൈ സിസ്റ്റം ഉപയോഗിക്കുന്ന ക്യാമറകളുടെ സ്പീഡ് 240 ഫ്രെയിംസ് പെർ സെക്കൻഡാണ്. ടെന്നീസിൽ ഉപയോഗിക്കുന്ന ഹോക്കൈ ക്യാമറയുടെ സ്പീഡ് ഇതിലും കൂടുതലാണ്. ഈ ക്യാമറകൾ ഉപയോഗിച്ചെടുക്കുന്ന വിവിധ ആംഗിളിൽ നിന്നുള്ള വീഡിയോകൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ലൈവായിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വീഡിയോകളിൽ നിന്നും പന്തിൻ്റെ ഇമേജിന് കറസ്പോണ്ടിങ് ആയ പിക്സൽസ് വേർതിരിച്ചെടുക്കാൻ സോഫ്റ്റ്വെയറിന് കഴിയും. ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെയും ഗ്രൗണ്ടിലുള്ള വിക്കറ്റ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സിൻ്റെയും 3D മോഡലും സ്റ്റേഡിയത്തിലുള്ള ഈ ക്യാമറകളുടെ പൊസിഷനും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കമ്പ്യൂട്ടറിനകത്ത് നേരത്തെ കൂട്ടി ഫീഡ് ചെയ്തിട്ടുണ്ടാവും. എല്ലാ ക്യാമറകളിൽ നിന്നുള്ള വീഡിയോ ഇൻപുട്ടിൻ്റെ ടൈം സ്റ്റാമ്പ് കൃത്യമായി സിങ്ക്രണൈസ് ചെയ്യും. ഈ ഓരോ ക്യാമറയിൽ നിന്നും കിട്ടുന്ന ഡാറ്റ അനുസരിച്ച് പന്തിൻ്റെ വ്യത്യസ്ത ആംഗിളിലുള്ള 2D പാതകൾ കമ്പ്യൂട്ടർ ആദ്യം വരച്ചെടുക്കും. എന്നിട്ട് വ്യത്യസ്ത ക്യാമറകളിൽ നിന്നുള്ള 2D പാതകൾ സംയോജിപ്പിച്ച് പന്ത് സഞ്ചരിച്ച 3D പാത കണ്ടുപിടിക്കും. ട്രയാങ്കുലേഷൻ എന്ന മെത്തേഡാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പന്ത് സഞ്ചരിച്ച പാത മാത്രമല്ല, ബാറ്റിലോ പാഡിലോ തട്ടിയില്ലായിരുന്നെങ്കിൽ പന്ത് ഏത് വഴിക്ക് സഞ്ചരിക്കുമായിരുന്നു എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും ഈ സിസ്റ്റത്തിന് കഴിയും. അങ്ങനെ ബാറ്റ്സ്മാൻ്റെ കാലിൽ തട്ടിയൊരു ബോൾ കാലിൽ തട്ടിയില്ലായിരുന്നെങ്കിൽ വിക്കറ്റിൽ കൊള്ളുമായിരുന്നോ എന്ന് കണ്ടുപിടിക്കാൻ ഈ സിസ്റ്റം ഉപയോഗിച്ച് സാധിക്കും. അതുകൊണ്ട് തന്നെ ലെഗ് ബിഫോർ വിക്കറ്റ് അഥവാ LBW തീരുമാനിക്കാനാണ് ഈ സിസ്റ്റം ഇന്ന് പ്രധാനമായും ഉപയോഗിക്കുന്നത്. സാമാന്യം നല്ല ആക്യുറസിയോട് കൂടി തന്നെ പന്തിൻ്റെ പാത നിശ്ചയിക്കാൻ ഹോക്കൈ സിസ്റ്റത്തിന് കഴിയുമെങ്കിലും അത് 100% ആക്യുറേറ്റ് ആണെന്ന് പറയാൻ കഴിയില്ല.
ഇത്തരത്തിൽ കണ്ടുപിടിക്കുന്ന പന്തിൻ്റെ പാതയിൽ മാക്സിമം 3 മുതൽ 5 മില്ലിമീറ്ററിൻ്റെ വ്യത്യാസമാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് 1/2 സെൻറ്റിമീറ്ററിൽ താഴെ മാത്രമാണ് ഇതിൽ വരാവുന്ന എറർ. എങ്കിലും ഈ ഒരു എറർ മാർജിൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കണക്കിലെടുക്കാറുണ്ട്. ഉദാഹരണത്തിന് ഒരു LBW ക്ലെയിം ഔട്ട് അല്ല എന്ന് അമ്പയർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പയറിൻ്റെ ആ തീരുമാനം മറികടക്കണം എന്നുണ്ടെങ്കിൽ പന്തിൻ്റെ ഡയാമീറ്ററിൻ്റെ 50% കൂടുതൽ വിക്കറ്റിൽ കൊള്ളുമെന്ന് ഹോക്കൈ പ്രെഡിക്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ നിയമം. അത് പലപ്പോഴും വിവാദങ്ങൾക്ക് കാരണമാകാറുണ്ട്. LBW തീരുമാനിക്കാൻ മാത്രമല്ല ഹോക്കൈ സിസ്റ്റം ഇന്ന് ഉപയോഗിക്കുന്നത്. ഓരോ ബൗളറിൻ്റെയും ബൗളിംഗ് ശൈലി മനസ്സിലാക്കാനും അതിനെ ബാറ്റ്സ്മാൻ എങ്ങനെ നേരിടുന്നു എന്ന് വിലയിരുത്താനും ഒക്കെ ഈ സിസ്റ്റത്തിൽ നിന്നും കിട്ടുന്ന ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കാണികൾക്ക് കളിയിലുള്ള ഇൻവോൾവ്മെൻറ്റ് കൂട്ടാൻ ഒരുപാട് സഹായിക്കും. മാത്രമല്ല ഈ സിസ്റ്റത്തിൽ നിന്നും കിട്ടുന്ന ഡാറ്റകൾ ക്രിക്കറ്റ് പരിശീലനങ്ങൾക്ക് വളരെ സഹായകരമാണ്. ഇന്ന് ക്രിക്കറ്റ് കൂടാതെ ടെന്നീസ്, വോളിബോൾ, ബാഡ്മിൻ്റൺ, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ബേസ്ബോൾ, റഗ്ബി മുതലായ കളികളിലും ഹോക്കൈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഒരു ബൗളർ എറിയുന്ന ബോൾ ബാറ്റ്സ്മാനെ കടന്ന് പിറകിലേക്ക് പോകുമ്പോൾ അത് ബാറ്റിൽ തട്ടിയിട്ടാണോ തട്ടാതെയാണോ പിറകിലേക്ക് പോയത് എന്ന് നിശ്ചയിക്കാൻ ചില അവസരങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതിൽ തന്നെ ബാറ്റിലാണോ തട്ടിയത് അതോ കാലിലെ പാഡിലാണോ തട്ടിയത്, ഇനി രണ്ടിലും തട്ടിയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഏതിലാണ് ആദ്യം തട്ടിയത് എന്നൊക്കെ അനുസരിച്ച് തീരുമാനങ്ങൾ മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് പന്ത് പാഡിൽ മാത്രമാണ് തട്ടിയിട്ടുള്ളതെങ്കിൽ വിക്കറ്റ് കീപ്പർ ക്യാച്ച് എടുത്താലും ബാറ്റ്സ്മാൻ ഔട്ടല്ല. എന്നാൽ ബോൾ ബാറ്റിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പോ ശേഷമോ പാഡിൽ തട്ടിയിട്ടുണ്ടെങ്കിലും ക്യാച്ച് എടുത്താൽ ഔട്ടാണ്. അതുപോലെ തന്നെ LBW തീരുമാനത്തിൻ്റെ കാര്യത്തിൽ ബോൾ കാലിൽ തട്ടുന്നതിന് മുമ്പ് ബാറ്റിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ കാല് വിക്കറ്റിൻ്റെ നേരെയാണെങ്കിലും അത് ഔട്ടായിട്ട് കണക്കാക്കില്ല. എന്നാൽ തിരിച്ചാണെങ്കിൽ അത് ഔട്ടാണ് താനും. അതായത് പന്ത് ബാറ്റിലാണോ പാഡിലാണോ തട്ടിയത്, ഇനി രണ്ടിലും തട്ടിയിട്ടുണ്ടെങ്കിൽ ഏതിലാണ് ആദ്യം തട്ടിയത് എന്നതിനൊക്കെ വളരെയധികം പ്രസക്തിയുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ ഒരു കാര്യം നേരിട്ട് തീരുമാനിക്കാൻ അമ്പയർമാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് സഹായകരമാവുന്ന ഒരു ടെക്നോളജിയാണ് അൾട്രാ എഡ്ജ് ഡിറ്റക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ടെക്നോളജിയുടെ ആദ്യ വെർഷൻ സ്നീക്കോമീറ്റർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1999 ഈ ടെക്നോളജി ആദ്യമായിട്ട് ക്രിക്കറ്റിൽ ഉപയോഗിച്ചത്. സ്നീക്കോമീറ്റർ ടെക്നോളജിയുടെ അഡ്വാൻസ്ഡ് വെർഷനാണ് അൾട്രാ എഡ്ജ് ടെക്നോളജി. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം സ്റ്റംസിനോട് അടുത്ത് പിടിപ്പിച്ചിരിക്കുന്ന ഒരു മൈക്രോഫോണാണ്. ബോൾ ബാറ്റിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങളെ ഈ മൈക്രോഫോൺ പിടിച്ചെടുക്കും. എന്നിട്ട് അത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. അതോടൊപ്പം തന്നെ സ്റ്റേഡിയത്തിലെ മറ്റു ശബ്ദങ്ങളെയും മൈക്രോഫോൺ പിടിച്ചെടുക്കുന്നുണ്ടായിരിക്കും. അതിൽ നിന്നും ബോൾ ബാറ്റിൽ തട്ടുന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങളെ ഇലക്ട്രോണിക്സ് ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കും. അങ്ങനെ വേർതിരിച്ചെടുത്ത തരംഗങ്ങളെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഈ തരംഗങ്ങളും പന്ത് ബാറ്റിനടുത്തൂടെ കടന്നു പോകുന്ന വീഡിയോയും ഒരേ സമയം ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് പ്ലേ ചെയ്താണ് പന്ത് ബാറ്റിൽ കൊണ്ടിട്ടുണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അതിൽ തന്നെ പന്ത് ബാറ്റിൽ തട്ടുന്ന സൗണ്ടും പാഡിൽ തട്ടുന്ന സൗണ്ടും തമ്മിൽ വേർതിരിച്ചെടുക്കാൻ ഒരു പരിധി വരെ ഈ സിസ്റ്റം ഉപയോഗിച്ച് കഴിയും. അൾട്രാ എഡ്ജ് ഡിറ്റക്ഷൻ ചെയ്യുന്ന അതേ ജോലിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു സിസ്റ്റമാണ് ഹോട്ട്സ്പോട്ട് സിസ്റ്റം. രണ്ട് സിസ്റ്റത്തിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഹോട്ട്സ്പോട്ട് സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് സ്റ്റേഡിയത്തിന് രണ്ട് വശത്തായി വെച്ചിരിക്കുന്ന ഇൻഫ്രാറെഡ് ക്യാമറകളാണ്. ബോള് ബാറ്റിലോ പാഡിലോ തട്ടുമ്പോൾ അത് തട്ടുന്ന ഭാഗം ഫ്രിക്ഷൻ മൂലം ചെറുതായിട്ടൊന്ന് ചൂടാവും. നമുക്ക് തൊട്ടു നോക്കിയാൽ അറിയാവുന്ന ഒരു വ്യത്യാസമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാലും ഇൻഫ്രാറെഡ് ക്യാമറ ഉപയോഗിച്ച് നോക്കിയാൽ ഈ ഹോട്ട്സ്പോട്ട് കാണാൻ കഴിയും. ഇൻഫ്രാറെഡ് ക്യാമറയിൽ നിന്നുള്ള വീഡിയോകൾ പരിശോധിച്ചാൽ പന്ത് ബാറ്റിലാണോ പാഡിലാണോ കൊണ്ടത് അതോ രണ്ടിലും കൊണ്ടിട്ടുണ്ടോ, ഏതിലാണ് ആദ്യം കൊണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു കാര്യത്തിൽ അൾട്രാ എഡ്ജ് ഡിറ്റക്ഷനെ അപേക്ഷിച്ച് ഹോട്ട്സ്പോട്ട് മെത്തേഡാണ് കൃത്യത കൂടുതൽ. കാരണം പലപ്പോഴും പന്ത് ബാറ്റിൽ തട്ടാതെ കടന്നു പോകുന്ന സമയത്ത് ഒരു വുഷ് സൗണ്ട് കേൾക്കാൻ ഇടയാവാറുണ്ട്. അതുപോലെ തന്നെ ബാറ്റിൽ തന്നെയാണോ അതോ മറ്റെവിടെയെങ്കിലും ആണോ തട്ടിയത് എന്ന് തീർച്ചയോടെ നിശ്ചയിക്കാൻ അൾട്രാ എഡ്ജ് ഡിറ്റക്ഷൻ ഉപയോഗിച്ച് ചില അവസരങ്ങളിൽ സാധിക്കാറില്ല. ഇതൊക്കെ തെറ്റിദ്ധാരണകൾക്ക് കാരണമാവും. എന്നാൽ ഹോട്ട്സ്പോട്ട് മെത്തേഡിൽ ബോൾ കൊണ്ട സ്ഥലം കൃത്യമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ചില കളികളിൽ ഈ രണ്ട് മെത്തേഡും ഉപയോഗിക്കാറുണ്ട്. ഹോട്ട്സ്പോട്ട് ടെക്നോളജിക്ക് ഒരു പോരായ്മയുള്ളത് ക്രിക്കറ്റ് ബാറ്റിൻ്റെ എഡ്ജിൽ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ബോൾ തട്ടിയാലും ഒരു ഹോട്ട്സ്പോട്ട് കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്നുള്ളതാണ്. ബാറ്റിൻ്റെ എഡ്ജിൽ ടേപ്പ് ഒട്ടിക്കുക എന്നത് പണ്ട് തൊട്ടേ ചെയ്തു വരുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് നിർത്തലാക്കാൻ കഴിയില്ലായിരുന്നു. അതോടെ ഹോട്ട്സ്പോട്ട് ടെക്നോളജിയുടെ പ്രചാരം കുറഞ്ഞു.
മാത്രമല്ല അതിൻ്റെ ഇൻഫ്രാറെഡ് ക്യാമറകൾ താരതമ്യേന എക്സ്പെൻസീവ് ആണ്. ഇത്തവണത്തെ ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഹോട്ട്സ്പോട്ട് സിസ്റ്റം ഉപയോഗിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്രിക്കറ്റിൽ ബോളിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ മിക്കവാറും ഉപയോഗിക്കുന്നത് ഡോപ്ലർ സ്പീഡ് ഗൺ എന്ന ഉപകരണമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളുടെ ഡോപ്ലർ എഫക്റ്റ് എന്ന പ്രതിഭാസമാണ് ഇവിടെ ഉപയോഗത്തിൽ വരുന്നത്. റോഡിൽ ഓടുന്ന വാഹനങ്ങളുടെ സ്പീഡ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നതും ഡോപ്ലർ സ്പീഡ് ഗൺ തന്നെയാണ്. ഈ യന്ത്രത്തിൽ നിന്നും പുറപ്പെടുന്നത് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള റേഡിയോ തരംഗങ്ങളായിരിക്കും. ആ തരംഗങ്ങൾ ബോളിൽ തട്ടി തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയിൽ ചെറിയൊരു മാറ്റം സംഭവിക്കും. ഈ മാറ്റം ബോളിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. സ്പീഡ് കൂടുതലുള്ള ബോളിൽ നിന്നും പ്രതിഫലിക്കുന്ന റേഡിയോ തരംഗങ്ങളുടെ ഫ്രീക്വൻസിയിൽ കൂടുതൽ മാറ്റം ഉണ്ടായിരിക്കും. തിരിച്ചു വരുന്ന റേഡിയോ തരംഗങ്ങളുടെ ഫ്രീക്വൻസിയിൽ എന്തുമാത്രം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്ന് കണക്കാക്കിയാൽ ബോളിൻ്റെ സ്പീഡ് കണക്കാക്കാൻ കഴിയും. ഇതിനൊരു പരിമിതി ഉള്ളത്, ഈ റഡാർ ഗൺ പോയിന്റ് ചെയ്തിരിക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ സ്പീഡ് മാത്രമേ ഇതുപയോഗിച്ച് കണക്കാക്കാൻ കഴിയൂ. മറ്റേതെങ്കിലും ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്പീഡ് ഈ ഒരു മെത്തേഡ് വഴി കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് പലപ്പോഴും ഒന്നിൽ കൂടുതൽ റഡാർ സ്പീഡ് ഗൺ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. നമ്മളിപ്പോൾ കണ്ട ഹോക്കൈ സിസ്റ്റവും അൾട്രാ എഡ്ജ് ഡിറ്റക്ഷനും ഹോട്ട്സ്പോട്ടും ഒക്കെയാണ് DRSൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൂൾസ്. ഇതുകൂടാതെ സ്റ്റേഡിയത്തിൻ്റെ പല ഭാഗത്ത് വെച്ചിരിക്കുന്ന അൾട്രാ മോഷൻ ക്യാമറകളും DRSന് സഹായകമാകാറുണ്ട്. വളരെ ഉയർന്ന ഫ്രെയിം റേറ്റ് ഉള്ള ക്യാമറകളാണ് അൾട്രാ മോഷൻ ക്യാമറകൾ. റൺഔട്ട്, സ്റ്റംപിങ് പോലെയുള്ള സാഹചര്യങ്ങളിലും പന്ത് ബൗണ്ടറി ക്രോസ് ചെയ്തോ എന്ന് തീർച്ചപ്പെടുത്താനുമൊക്കെ ചില സാഹചര്യങ്ങളിൽ അൾട്രാ മോഷൻ ക്യാമറകളുടെ സഹായം എടുക്കാറുണ്ട്. LED ലൈറ്റുകൾ പിടിപ്പിച്ച സിങ് ബെയിൽസ് ക്രിക്കറ്റിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. സ്റ്റംപ്സുമായിട്ടുള്ള കോണ്ടാക്ട് വിട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്ന ബെയിൽസ് ആണ് സിങ് ബെയിൽസ്. രണ്ട് സൈഡിലുമുള്ള സ്റ്റംപ്സിൽ നിന്നുള്ള കോണ്ടാക്ട് വിട്ട് കഴിഞ്ഞാൽ സെക്കൻഡിൻ്റെ 1000-ൽ-1 സമയം കൊണ്ട് തന്നെ ഇതിലെ LED ലൈറ്റുകൾ കത്തും. ഇതിനാവശ്യമായ സെൻസറുകളും മൈക്രോ പ്രോസസ്സറും ബാറ്ററിയൊക്കെ ഇത്തരം ബെയിൽസിലുണ്ട്. റൺഔട്ട്, സ്റ്റംപ് ഔട്ട് പോലുള്ള സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഇത് വളരെ സഹായകരമാണ്. ക്രിക്കറ്റിൽ ഇനി ഏറ്റവും പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ് സ്മാർട്ട് ബോൾസ്. കുക്കബുറ സ്മാർട്ട് ബോൾസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പ്രത്യേക സെൻസറുകൾ പിടിപ്പിച്ച ബോളാണ് സ്മാർട്ട് ബോൾ. ഈ സെൻസറുകൾ ഉപയോഗിച്ച് പന്ത് സഞ്ചരിക്കുന്ന സ്പീഡും അത് സ്പിൻ ചെയ്യുന്ന സ്പീഡും ഒക്കെ സദാസമയം കണ്ടുപിടിക്കാൻ കഴിയും. ഈ ഇൻഫോർമേഷൻ ലൈവായിട്ട് ഏതെങ്കിലും ഒരു ഉപകരണത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും കഴിയും. ഇതിനായി ഈ ബോളിനകത്ത് മോഷൻ സെൻസറുകളും ബാറ്ററിയും കൊച്ചു ട്രാൻസ്മിഷൻ ആൻറ്റിനയും ഒക്കെ ഉണ്ട്. കുക്കബുറ സ്പോർട്സ്, സ്പോർട്ട് കോർ എന്നീ 2 കമ്പനികൾ ചേർന്നാണ് ഈ ബോൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. പ്രത്യക്ഷത്തിൽ ഈ ബോളുകൾക്ക് മറ്റ് സാധാരണ ബോളുകളുമായിട്ട് ഒരു വ്യത്യാസവും. അതുകൊണ്ട് തന്നെ കളിക്കുമ്പോൾ ബോളിൻ്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല. ഈവൺ ഒരു ചാർജിങ് പോർട്ട് പോലും ഇതിനില്ല. ഇത് ചാർജ് ചെയ്യുന്നത് വയർലെസ് ചാർജിങ് ഉപയോഗിച്ചാണ്. ഇത്തരം ബോളുകളുടെ ഉപയോഗം ഇതുവരെ ICC അപ്രൂവ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് റിവ്യൂസ് നടക്കുന്നേ ഉള്ളൂ. സമീപ ഭാവിയിൽ തന്നെ ഇത്തരം ബോളുകൾ ക്രിക്കറ്റിൽ ഉപയോഗിക്കാൻ തുടങ്ങിയേക്കും. ഇന്ന് നിലവിലുള്ള മറ്റ് പല ടെക്നോളജികളെക്കാളും കൂടുതൽ ആക്യുറസി ഇത്തരം ബോളുകൾക്ക് തരാൻ കഴിയും. ഇത്രയും സമയം നമ്മൾ കണ്ടത് ക്രിക്കറ്റിൽ ഉപയോഗിക്കുന്ന ചില ടെക്നോളജികളാണ്. എന്നാൽ പണ്ട് തൊട്ടേ ക്രിക്കറ്റിൽ ഉപയോഗിക്കുന്ന ഒരു സയൻറ്റിഫിക് കോൺസെപ്റ്റ് ഉണ്ട്. ഫാസ്റ്റ് ബോളേഴ്സിനെ ബോൾ സ്വിങ് ചെയ്യിപ്പിക്കാൻ പലപ്പോഴും സഹായിക്കുന്നത് ഈ ഒരു എഫക്റ്റാണ്. ഫുട്ബോളിൽ ഫ്രീ കിക്ക് എടുക്കുമ്പോൾ പന്ത് എങ്ങനെ വളയുന്നു എന്ന വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയിൽ ക്രിക്കറ്റ് ബോൾ എങ്ങനെ സ്വിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല. എങ്കിലും ബ്രീഫായിട്ടൊന്ന് പറയാം. ഒരു ക്രിക്കറ്റ് ബോൾ വായുവിലൂടെ അതിവേഗം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ മുന്നിലുള്ള വായുവിനെ 2ആയിട്ട് പകുത്തുകൊണ്ടാണ് കടന്നു പോവുക. ആ വായു ബോളിൻ്റെ 2 സൈഡിൽ കൂടെയും ഒരുപോലെ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുന്ന വായുവിൻ്റെ ഫ്രിക്ഷൻ മൂലം ഈ പന്തിൻ്റെ മേൽ ഒരു ഡ്രാഗ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സ് പന്ത് സഞ്ചരിക്കുന്നതിൻ്റെ നേരെ എതിർദിശയിൽ പന്തിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ പന്തിൻ്റെ 2 സൈഡിലൂടെയും കടന്നു പോകുന്ന കാറ്റിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഈ പന്ത് ഈ ദിശയിൽ കറങ്ങുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ പന്തിൻ്റെ ഒരു സൈഡിൽ പന്തിൻ്റെ സർഫസും കാറ്റും സഞ്ചരിക്കുന്നത് ഒരേ ദിശയിലായിരിക്കും, മറ്റേ സൈഡിൽ അത് എതിർ ദിശയിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ കടന്നു പോകുന്ന കാറ്റിൻ്റെ ഫ്രിക്ഷൻ മൂലം പന്തിൻ്റെ ഈ 2 സൈഡിലും ഉണ്ടാകുന്ന ഫോഴ്സിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. ഈ വ്യത്യാസം പന്തിനെ ഒരു സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. മാഗ്നസ് എഫക്റ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്.
ചില ഫാസ്റ്റ് ബോളേഴ്സ് പന്ത് സ്വിങ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു മെത്തേഡാണ്. മാഗ്നസ് എഫക്റ്റിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. പന്തിൻ്റെ രണ്ട് സൈഡിലൂടെയും കടന്നു പോകുന്ന കാറ്റിലൊരു വ്യത്യാസം ഉണ്ടാക്കാൻ എപ്പോഴും പന്ത് ഇങ്ങനെ തിരിക്കണം തന്നെ ഇല്ല. പന്തിൻ്റെ ഒരു സൈഡ് നല്ലപോലെ പോളിഷ് ചെയ്യുകയും മറ്റേ സൈഡ് റഫ് ആവുകയും ചെയ്താലും ഇത് സംഭവിക്കും. അല്ലെങ്കിൽ പന്തിൻ്റെ സീം കൃത്യം നേരെ തന്നെ പിടിക്കാതെ ഒരു പ്രത്യേക ആംഗിളിൽ പിടിച്ചുകൊണ്ട് പന്ത് എറിഞ്ഞാലും ഇത് സംഭവിക്കും. വ്യത്യസ്ത ബൗളർമാർ വ്യത്യസ്ത ടെക്നിക്കുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക. പുതിയ പുതിയ ടെക്നോളജികൾ സ്പോർട്സിലും ഗെയിംസിലും ഉപയോഗിക്കുന്നത് വഴി അതിലെ അമ്പയർമാരുടെ തീരുമാനങ്ങൾ കൂടുതൽ കൃത്യതയുള്ളതാക്കാൻ കഴിയും. മാത്രമല്ല ഇത്തരം ടെക്നോളജികൾ വഴി കാണികൾക്ക് ഗെയിംസിൽ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് കൊടുക്കാനും അതുവഴി ഗെയിംസ് കൂടുതൽ ആസ്വാദ്യമാക്കാനും കഴിയും. ഈ ഒരു വീഡിയോ വഴി ക്രിക്കറ്റിൽ ഉപയോഗിക്കുന്ന ചില പുതിയ ടെക്നോളജികളെക്കുറിച്ച് ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.